ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചതിന് ശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും ഒരു ഹൈപ്പും അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ പെങ്ങളെ കൊണ്ടുവിടാൻ വന്ന ആങ്ങളമാര് നമ്മുടെ ബാലചന്ദ്രന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഗംഗാധരനും ശിവശങ്കര മേനോനും ഉള്ളത്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം അതും നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദികള്. പിന്നെ പെങ്ങളെ വളർത്തേണ്ട രീതിയിൽ അച്ചടക്കത്തോടു കൂടി അഹങ്കാരമില്ലാതെ അഹന്തയില്ലാതെ അതുപോലെ വാശിയും വൈരാഗ്യവും വീറും വിദ്വേഷവും ഇല്ലാതെ വളർത്തിക്കൊണ്ട് വരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു. പിന്നെ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ കുടുംബം ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം നിങ്ങളാണ്. നിങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ച് നടത്തിയില്ലേ ഈ ഒരു വിവാഹം. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബം ഇപ്പൊ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നത്. ബാലചന്ദ്രന്റെ ഈ കുടുംബം ഇപ്പൊ തകർന്ന് ഇപ്പൊ നാശകോശമായി നിൽക്കുന്നത് നിങ്ങൾ കാരണമാണ്. ബാലചന്ദ്രന്റെ ജീവിതവും അതുപോലെ വൈജയുടെ ജീവിതവും ഒക്കെ തകരാൻ കാരണം അതില് ഒരു ഏറെ പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കര മേനോൻ ചോദിച്ചു, അല്ല ഇനിയിപ്പം തകർന്നു പോയ കുടുംബം അത് ഉയർത്തിക്കൊണ്ട് വരാന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റൂലോ. അല്ല ബാലൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തകർന്ന കുടുംബം നേരെ ആക്കാൻ പറ്റൂലോ എന്ന് പറഞ്ഞപ്പം എങ്ങനെ പറ്റും? ഈ ബാലൻ എങ്ങനെ നേരെയാക്കണം എന്നാണ് പറയുന്നത്? നിങ്ങളുടെ പെങ്ങളെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ഇനിയും അവളെ ഞാൻ എൻ്റെ കൈക്കീഴിൽ കൊണ്ടുവച്ചിട്ട് അവക്ക് എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കാനുള്ള പന്താക്കി മാറ്റണം. അതാണോ വേണ്ടത്? അതാണല്ലോ അവള് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ പുറകെ എന്നല്ല, സോറി, അവളുടെ പുറകെ നടക്കുന്ന ഒരു വാലാട്ടി പട്ടിയായിട്ട് മാറണോ ഞാൻ വീണ്ടും? അങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടത്? ഒരിക്കലും ഇനി ആ പഴയ ബാലചന്ദ്രനെ ആരും കാണാൻ പോകുന്നില്ല. ആ പഴയ ബാലചന്ദ്രനെ ഇനി കിട്ടാൻ പോകുന്നില്ല. ആ ബാലചന്ദ്രൻ എന്നേ ചത്തു കഴിഞ്ഞു. ആ ബാലചന്ദ്രൻ ചത്ത് ജീർണിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ബാലചന്ദ്രനെ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനും അപ്പുറം മാനക്കട്ടിയുള്ള ഒരുത്തനായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. ഈ സമയം നമ്മുടെ ശിവൻ പറയാണ്, വൈജയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓ ആ അതിനാണല്ലേ അളിയമാര് രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ടപ്പോ തോന്നി പെങ്ങളെ പുനഃസ്ഥാപിക്കാനുള്ള വരവായിരിക്കുമെന്ന്. ഓ കൊള്ളാം. അല്ല എന്നെ കൂടെ ഒലത്തിക്കളയുന്നു തോന്നുന്നല്ലോ എല്ലാവരും കൂടെ ചേർന്ന്. അത് പിന്നെ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കത്തില്ലേ ഞങ്ങളോട്? ഓ നിങ്ങളോട് സംസാരിക്കേണ്ട മാന്യതയുടെ അളവൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ അത്രത്തേക്ക് താഴേക്ക് പോയിട്ടില്ല. വേണമെങ്കിൽ ഇനി പോകാം. പിന്നെ നിങ്ങളുടെ ലെവലിലേക്ക് താഴാനേ എന്റെ അന്തസ്സ് അനുവദിക്കുന്നില്ല. അല്ല നീ ഇങ്ങനെ കരയ്ക്കും വള്ളത്തിലും കേറാതെ നിന്നാൽ എന്ത് ചെയ്യും ബാല? അത് പറ. അല്ല ഞാൻ ഏത് കരയ്ക്ക് കയറണം എന്നാ ശിവേട്ടൻ ഈ പറയുന്നത്? ഏത് കരയ്ക്ക് കയറണം അത് വ്യക്തമായിട്ട് പറ. നിങ്ങളുടെ ആങ്ങളമാരും പെങ്ങളും കൂടി ചേർന്ന് 10-22 വർഷക്കാലം എന്നെ കുരങ്ങ് കളിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ. അത് കണ്ടിന്യൂ ചെയ്യണോ ഞാന്? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനി ഒരിക്കലും കണ്ടിന്യൂ ചെയ്യില്ല. പിന്നെ എല്ലാവരോടും എല്ലാം തുറന്നു പറഞ്ഞ് താറുമാറായിട്ട് കിടക്കുന്ന ഈ കുടുംബം നാനാ വഴിക്ക് പിരിച്ചുവിടണോ ഞാന്? ഏതാ ഞാൻ ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കൂ. നിങ്ങൾ പറഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. എന്താ എല്ലാം തുറന്നു പറയട്ടെ? അത് പിന്നെ ബാല തുറന്നു പറയട്ടെ എന്ന് ചോദിച്ചാല് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. ഓ എന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക്? തുറന്നു പറയണമെങ്കിൽ എല്ലാം പറഞ്ഞ് ഇവിടം കൊണ്ടങ്ങ് അവസാനിപ്പിച്ചേക്കാം. അതാണ് ആങ്ങളമാർക്ക് ഇഷ്ടമെങ്കിൽ ഓക്കെ, എനിക്കും അതാ ഇഷ്ടം. പിന്നെ വൈജയ് ഈ വീട്ടിലുണ്ടാകത്തില്ല. അവള് എന്റെ ലൈഫിലും ഉണ്ടാകത്തില്ല. പേരിന് പോലും ഭാര്യയായിട്ട് ഇവിടെ അവള് നിൽക്കില്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പാലായിലെ ഏറ്റവും വലിയ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തിയ പോലെ ഒരു ഡിവോഴ്സ് പാർട്ടി നടത്തും. സകല ബന്ധുമിത്രാദികളെ ഞാൻ ക്ഷണിക്കും. എന്നിട്ട് അവിടെ വെച്ച് മൈക്കിൽ അനൗൺസ് ചെയ്യും എന്തുകൊണ്ടാണ് ഞാൻ ഈ വിവാഹ ബന്ധം വേർപെടുത്താൻ പോകുന്നത് എന്ന്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരെല്ലാം കൂടെ വിചാരിക്കും ഞാനൊരു പുതുപ്പെണ്ണിനെ കണ്ടിട്ട് ഭാര്യയെ വലിച്ചെറിഞ്ഞു എന്ന്.
അത് പിന്നെ ബാലചന്ദ്ര വൈജയന്തി താഴെയുണ്ട്, ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, പറയാനുമില്ല. ഓ, താങ്ക്സ്, വളരെ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ആ, എന്നാ പിന്നെ അതെ, രോഹിത് ഏത് റൂമിലാ? ഞങ്ങൾക്ക് ഒന്ന് കണ്ടിട്ട് പോകാനായിരുന്നു. ദേ അവിടെ ഉണ്ട്, ആ റൂമില്. അതും കൈതക്കൽ മാളിക വീട്ടുകാരുടെ സംഭാവനയാ. അപ്പോഴത്തേക്ക് ശിവൻ ചോദിച്ചു, അത് മനസ്സിലായില്ല. എന്ന് വെച്ചാലേ ശിവേട്ടന്റെ മകനാണല്ലോ ഈ അവസ്ഥയിൽ അവനെ എത്തിച്ചത്. അല്ല, എന്നിട്ട് എന്റെ മകൻ ഇപ്പോഴും ജയിലിലാണല്ലോ. നിന്റെ മകൻ രക്ഷപ്പെട്ടു വന്നില്ലേ? നിന്റെ മകനെ നീ പുറത്തിറക്കിയില്ലേ? അതെ, അതൊരു അനാഥ പെൺകുട്ടി ചെയ്ത പുണ്യം. അവള് ചെയ്ത പുണ്യമാ. അല്ലാതെ ഒരിക്കലും വേറെ ആരുടെ ഔദാര്യമല്ല. വേറെ ആർക്കും ഒരവകാശവും പറയാനില്ല അതിനെക്കുറിച്ച്. അപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, ശിവ ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് ശിവനെ വിളിച്ചുകൊണ്ട് നേരെ നമ്മുടെ രോഹിത്തിനെ കാണാൻ വേണ്ടി പോവുകയാണ്. വായിലിരിക്കുന്ന നിറച്ചു കേട്ട് ആങ്ങളമാർക്ക് വയറ് നിറ കിട്ടുകയും ചെയ്തു കേട്ടോ. നമ്മുടെ ബാലചന്ദ്രന്റെ ഓരോരോ മറുപടി കേൾക്കാൻ എന്ത് രസമാണല്ലേ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന കിച്ചണിൽ ഇങ്ങനെ ജ്യൂസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് ബബിത വന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അപ്പം ബബിത വന്ന് എത്തി നോക്കി. അപ്പോഴത്തേക്കും അലീന ചോദിച്ചു, എന്താ ജ്യൂസ് വേണോ? ഏയ്, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട. അമ്മ വന്നു. ആ, ഞാൻ കണ്ടായിരുന്നു അമ്മ വന്നത്. ഗംഗാധരനെങ്കിലും ശിവനെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. അവർ അച്ഛന്റെ അടുത്തേക്ക് പോയി. അത് പിന്നെ അമ്മ പറഞ്ഞു അമ്മയെ അവര് ബലമായിട്ട് കൊണ്ടുവന്ന് വിട്ടതാണെന്ന്. അമ്മ അതിന്റെ ദേഷ്യത്തില. അതെന്ന് മനുവേട്ടൻ വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ, അവര് പ്ലാൻ ചെയ്ത് പിടിച്ചു കെട്ടി കൊണ്ടുവരാനാണെന്ന്. അതെ, ഞാനും ഓർത്തായിരുന്നു. എന്തായാലും നോക്കാം ബബിത, നമ്മളെല്ലാവരും ഒരുപോലെ സഹകരിച്ച ചിലപ്പം മേഡത്തിന് ഒരു മാറ്റം വന്നാലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ പിന്നെ ഇതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ട് മാഡത്തിനുള്ളത് റൂമിൽ കൊണ്ട് കൊടുക്കാം. അത് പിന്നെ അമ്മയ്ക്ക് ചായ മതി. അത് പിന്നെ ഞാൻ ജ്യൂസ് എടുത്തു പോയല്ലോ. എന്നാ പിന്നെ ഒരു 5 മിനിറ്റ് ഞാന് ചായ എടുക്കാം. എന്നാ പിന്നെ ഞാൻ ഇതൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കാന്ന് പറഞ്ഞിട്ട് ബബിതയുടെ മാറ്റം കേട്ടോ, നല്ലൊരു മാറ്റമാണ് ബബിതയ്ക്ക്. ബബിത അലീനയോട് സംസാരിക്കുന്നു, സഹകരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മുടെ ബബിത അത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയിട്ടോ, ജ്യൂസ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശിവനും അതുപോലെ ഗംഗാധര മേനോനും കൂടി രോഹിത്തിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ പറഞ്ഞു, അത് പിന്നെ ഗംഗയായിട്ട് സംസാരിച്ചിട്ട് വാ, ഞാൻ സംസാരിക്കുന്നില്ല. എന്റെ ഹരി ഇപ്പോഴും ജയിലിലല്ല. രോഹിനെ കാണുമ്പം എനിക്ക് ഹരീനെ ഓർമ്മ വരും. അതെ, ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ രോഹിത്തിനോട് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ നിനക്ക് തന്നെ അവകാശം കൂടുതലുള്ളത്. അത് നിന്റെ അവകാശമായിട്ട് നീ കാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ രോഹിത്തിന്റെ റൂമിലേക്ക് കയറി ചെല്ലാണ്. രോഹിത് അവിടെ ഒരു പുതപ്പൊക്കെ പൊതച്ച് കിടക്കാണ് കേട്ടോ. അങ്ങനെ പതുക്കെ നമ്മുടെ ശിവശങ്കര മേനോനല്ല, നമ്മുടെ ഗംഗാധരൻ രോഹി എന്ന് വിളിക്കുകയാണ്. രോഹി അപ്പൊ പതുക്കെ ഒന്ന് 2-3 വിളിച്ചപ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് ഞെളുവിരും ഒക്കെ ഇങ്ങനെ കൊണ്ട് പതുക്കെ ഇങ്ങനെ ഉണർന്നു വരിക. ഒന്ന് തിരിഞ്ഞു നോക്കി, ഇവരാണെന്ന് മനസ്സിലായതോടുകൂടി തന്നെ വീണ്ടും തിരിഞ്ഞു കിടന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ, രോഹി നീ കടന്നു പോകുന്ന അവസ്ഥ ഏകദേശം എനിക്ക് ഊഹിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. പക്ഷെ പറയാതിരിക്കാൻ വയ്യ മോനെ, അത് നീ കേട്ടേ പറ്റൂ. ഇത് നീ കേൾക്കണം. ഇപ്പൊ നീ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളാ ഇനി നീ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ തീരുമാനങ്ങൾ ഉറച്ചെടുക്കണം. രോഹി നീ ഇങ്ങോട്ടേക്ക് നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ നമ്മുടെ രോഹിത് ഗംഗാധരന്റെ മുഖത്തേക്ക് നോക്കിയിട്ടോ. അതുപോലെ ശിവനും പറഞ്ഞു, അതേ നിനക്കറിയാലോ ഹരി ഇപ്പോഴും ജയിലിലാണെന്ന്. അവനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിനക്ക് അവസരം കിട്ടി ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അത് നീ ഇനി പാഴാക്കി കളയരുത്. നിന്റെ ഭാവി, നിന്റെ ജീവിതം, അതെല്ലാം നിന്റെ കയ്യിലാ. പിന്നെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിക്ക് ഇനി ഒരു ഭാവിയുണ്ടോ? ഒരിക്കലും അവന് ഇനി ഒരു ഭാവി ഇല്ല. ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ ഈ നാട്ടില് അവന്റെ ലൈഫ് തിരിച്ചു പിടിച്ച് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അപ്പം സമയം കഴിഞ്ഞു പോകും. പ്രായത്തിന്റെ തിളപ്പില് ഓരോന്ന് ചെയ്തു കൂട്ടും. അത് ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചാലോ, അതിന് ചെറിയ ശിക്ഷ തരുമ്പോഴോ ഞങ്ങളോട് ചെറിയ വൈരാഗ്യം തോന്നിയേക്കാം. അങ്ങനെയാണല്ലോ ഉണ്ടാകാറുള്ളത്. ഏതായാലും അവന്റെ എല്ലാ തെമ്മാതിത്തരത്തിനും നീ കൂട്ടു നിന്നിരുന്നു. ആ പെങ്കൊച്ചിന്റെ കാരുണ്യം കൊണ്ട് മാത്രം കിട്ടിയ ജീവിതമാ നിനക്ക് ഇത്. 2ാമത്തെ ജന്മം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനി കൊണ്ടുപോയി ആർക്കു വേണ്ടി ഇല്ലാതാക്കരുത് മോനെ. ഈ ജീവിതം നീ തിരിച്ചു പിടിക്കണം. നിന്റെ അമ്മയെ പോലെ നീയും നിന്റെ നിഴലിനോട് യുദ്ധം ചെയ്യരുത്. തോറ്റുപോവുകയുള്ളൂ. ജയിക്കല്ലേ വേണ്ടത്. ഇനി കിട്ടി ഈ പുനർജന്മത്തിൽ ജയിക്കണം. ഇപ്പൊ നിന്റെ കൂടെ എല്ലാവരും ഉണ്ട്. നിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂടെപ്പിറപ്പുകളുണ്ട്. പിന്നെ ഞങ്ങളും നിന്റെ കൂടെ ഉണ്ട്. എന്റെ ഹരിയെ പോലെ തന്നെയാ നീയും എനിക്ക്. അതുകൊണ്ട് പറയാ, ഇനി ഇതുപോലെ ഒരു കുഴിയിലും പോയി ചാടരുത്.
അപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, കേട്ട ഞാൻ വെളിയിൽ കാണുന്നു പറഞ്ഞിട്ട് വെളിയിലേക്ക് പോയി. കാരണം ഒത്തിരി നേരം ശിവൻ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, മോനെ രോഹി, ഇത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് കരുതിയ മാത്രം മതി കേട്ടോ. പിന്നെ ഓൾ ദ ബെസ്റ്റ്, നല്ലോലെ ജീവിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാന് ഇന്നിവിടെ വന്നതിന്റെ ഉദ്ദേശം നിന്റെ അമ്മ ഇവിടെ തിരിച്ച് എത്തിക്കാനായിരുന്നു. വൈജയന്തി താഴെയുണ്ട്, നിന്റെ അമ്മ. ഒരു കുടുംബമായി ഒരുമിച്ച് പോയാൽ നിങ്ങൾക്കാ മക്കളെ അതിന്റെ ഗുണം. അവളുടെ വാശിക്ക് എന്തൊക്കെ കാണിച്ചൊക്കെ കൂട്ടും എന്ന് എനിക്കറിയില്ല. ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് മക്കളെ നിങ്ങളെ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഇപ്പം ചെറിയ പ്രായമാണ്, നിനക്ക് ഈ ഒരു ചെറിയ പ്രായത്തില് ഒത്തിരി തെറ്റുകളൊക്കെ പറ്റും. ഇനിയിപ്പം ഉള്ള തെറ്റുകൾ തിരുത്തി ജീവിതത്തിലേക്ക് പോകാനൊക്കെ ഒരുപാട് സമയമുണ്ട് മോനെ, അതൊക്കെ ഇനിയും പറ്റും. നീ റെസ്റ്റ് എടുക്കുവോ, ഞാന് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാധരൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശിവൻ പോയി ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അല്ല, വല്ലാത്തൊരു അവസ്ഥയില്. കാരണം നമ്മുടെ ശിവന് മകന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഗംഗാധരൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എന്ത് പറ്റി ശിവാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓ, എങ്ങനെ കരയാതിരിക്കും, എത്ര തെറ്റ് ചെയ്താലും മക്കള് തന്നെയല്ലേ, അതൊക്കെ വിട്, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗംഗാധരൻ മേനോൻ ശിവശങ്കര മേനോൻ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയുടെ റൂമൊക്കെ വിരിച്ച് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. ഈ സമയത്ത് ചായയും കൊണ്ട് നമ്മുടെ അലീന വരികയാണ്. അലീന വന്നതും ചായ എന്നിങ്ങനെ അലീന പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ തുറിച്ച് അലീനയെ തന്നെ നോക്കി. എന്നിട്ട് ചായ മേടിക്കാതെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ ചായ വേണ്ട, അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചതാ, നിന്നെയും ഞാൻ ഉപേക്ഷിച്ചതാ. അതെനിക്കറിയാം മേഡം, എന്നെ മേഡം ഉപേക്ഷിച്ചതൊക്കെയാണ്. പിന്നെ ചായ എന്നെ പോലെ അല്ലല്ലോ, അതിന് ആരോടും വിരോധമൊന്നും ഇല്ലെന്നേ, അപ്പൊ പിന്നെ കുടിക്കാലോ. ഓ, നീയുള്ള ഈ വീട്ടിലേക്ക് കാല് കുത്തില്ലാന്ന് ശപഥം ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോയവളാ ഞാന്. അത് സാരമില്ല മേഡം, അത് അപ്പഴത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പം. എന്തോന്ന് സാരമില്ലെന്ന്? നിനക്ക് സാരമില്ലായിരിക്കും. അത് നീ പറ അല്ലടി, എല്ലാം കൈവശത്തിലാക്കിയല്ലോ നീ ഇപ്പം വലിയവളായല്ലോ, നിനക്ക് തൃപ്തിയായല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത പറഞ്ഞു, ആ ചായ ഇങ്ങോട്ട് താ, ആ ചായ എന്റെ കയ്യിൽ ഇരിക്കുമ്പോ ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബബിത ആ ചായ അങ്ങ് മേടിച്ചു കേട്ടോ. ഏതായാലും അത് നമ്മുടെ വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ സമയത്ത് അലീന ചോദിച്ചു, അല്ല റൂം ഞാൻ ക്ലീൻ ചെയ്യണോ? നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഇത് എന്റെ മുറിയല്ല, എന്റെ വീടുമല്ല, അതുകൊണ്ട് ആരും ഒന്നും ചെയ്യണ്ട. കൂടി വന്ന 4 ദിവസം കൂടി ഞാൻ ഇവിടെ കാണുമായിരിക്കും. വല്ല നിവർത്തി ഉണ്ടെങ്കിൽ നീ എന്റെ കൺമുമ്പ് വരരുത്. നിന്റെ മോന്ത കാണുമ്പോ തന്നെ എനിക്ക് വിറഞ്ഞു കയറും, തരിച്ചു കയറും. ഓ, ഞാൻ കാരണം ഇനി വരയണ്ട, എന്നാ പിന്നെ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന ഇത്രവും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ പറഞ്ഞു, ഒരു കുടുംബം നശിപ്പിച്ച് നടക്കുക ജന്തു. ഇത് നമ്മുടെ അലീന പുറത്തു നിന്ന് കേട്ടു കേട്ടോ. അലീനയ്ക്ക് ഇത് കേട്ടത് സഹിക്കാൻ കഴിഞ്ഞില്ല. അലീനയ്ക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസമാധാനം ഉണ്ടാവത്തില്ല. അലീന പുറത്തു പോയ അലീന വീണ്ടും തിരിച്ചകത്തേക്ക് കയറി വന്നിട്ട് നമ്മുടെ വൈജയോട് പറയാണ്, അല്ല മേഡം എന്താ പറഞ്ഞത്? കുടുംബം നശിപ്പിച്ചെന്നോ? കുടുംബം നശിപ്പിച്ചത് ആരാണെന്ന് അറിയണമെങ്കിൽ ഒരു ആത്മപരിശോധന നടത്തി നോക്കണം, അന്നേരം മനസ്സിലാകും ആരാ കുടുംബം നശിപ്പിച്ചത് എന്ന്. ഓ, എനിക്കൊരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമില്ല, അല്ലാതെ തന്നെ എനിക്ക് വ്യക്തമായിട്ട് കാണാടി, കൺമുമ്പിൽ നിൽപ്പുണ്ടല്ലോ. ഓ, കൺമുമ്പിൽ കാണണമെങ്കിലേ നിലക്കണ്ണാടി മുന്നിൽ ചെന്ന് നിന്ന് നോക്കേണ്ട വരും. അപ്പൊ മനസ്സിലാകും ആരാണ് കുടുംബം നശിപ്പിച്ചതും ആരാണ് കുടുംബം തകർക്കാൻ കാരണക്കാരി എന്നൊക്കെ. അത്രയും പറഞ്ഞിട്ട് അലീന ഇറങ്ങി അങ്ങ് പോയിട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വൈജയ്ക്ക് എന്തോ ഒരു സംശയം, എന്താ ഇവള് ഇങ്ങനെ കുത്തുവെച്ച് സംസാരിച്ചത്? എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് വൈജ ഇങ്ങനെ തിരിഞ്ഞ് കലിയോടുകൂടി നിൽക്കാൻ കേട്ടോ. ഏതായാലും നമ്മുടെ ബബിതയുടെ മാറ്റം നല്ല മാറ്റമാണ് കേട്ടോ. ബബിത ഇപ്പം അലീനയെ ഷൗട്ടൊന്നും ചെയ്യുന്നില്ല, എന്താ പറയാ, സൗമ്യതയോടുകൂടി അലീനയോട് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ തന്നെ ഗംഗാധരനും കൂടി റൂമിലേക്ക് കയറി വരികയാണ്, വൈജയുടെ റൂമിലേക്ക്. എന്നിട്ട് ചോദിച്ചു, ഇതെന്ത് പറ്റി, ഇതെന്താ നീ ഇവിടെ ക്ലീൻ ആക്കുന്നത്? ഇവിടെ കിടന്നത് കാണണമായിരുന്നു. ഓ, അല്ലെങ്കിലും ഇവിടെ എന്താടി ഇങ്ങനെയൊക്കെ കിടക്കുന്നത്? ഈ റൂം തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും. ഞാനേ ഇവിടെ വരില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അല്ല, ആർക്കുറപ്പായിരുന്നു? അലീന അവക്കുറപ്പായിരുന്നു. അവക്കൊന്ന് വൃത്തിയാക്കി എടുത്തില്ലേ ഈ റൂം? റൂമൊന്നും അല്ല ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്, വൈജ നിന്റെ മനസ്സ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാലും അലീനയുടെ മുകളിലേക്ക് കയറുന്ന വല്ല കാര്യമുണ്ടോ? ഓ, ബാക്കിയെല്ലാം ക്ലീൻ, ഈ റൂം മാത്രം തൊട്ടിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം പറ. അവളെ ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പിച്ചതാ ഇനി ഇങ്ങോട്ടില്ലെന്ന്. അപ്പോഴൊക്കെ എങ്ങേട്ടനും ശിവേട്ടനും ഒരു കാര്യവും ഇല്ലാതെ എന്നെ ബലമായിട്ട് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്.
നീ ആരോടെ വൈജി ഈ വാശി കാണിക്കുന്നത്? ആരോടാന്നാ ചോദിച്ചത്? അതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ, ഗംഗേട്ടൻ എപ്പോഴും അവളുടെയും ബാലേന്ദ്രന്റെ ഒക്കെ സൈഡാണല്ലോ, നശിച്ചവളുടെ സൈഡാണല്ലോ. ഏ, ഇവിടെ ആരും ആരുടെയും കൂടെ അല്ല, ന്യായത്തിന്റെ കൂടെയാ. ബാലേന്ദ്ര ഭാഗത്തിന്റെ ബാലേന്ദ്രന്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ബാലേന്ദ്രന്റെ കൂടെ നിൽക്കുന്നു. നിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, നിന്റെ കൂടെ നിൽക്കും. ഓ, എന്റെ ഭാഗത്ത് ന്യായമില്ലല്ലേ? അപ്പം അയാൾ കണ്ടവൾമാരുടെ കൂടെ പോയി ഉണ്ടാക്കിയ ആ സന്തതിക്കും അയാൾക്കും ന്യായം, എനിക്ക് ന്യായമില്ല. അയാൾക്ക് എതിരെ സംസാരിച്ച് ഞാൻ അന്യായക്കാരി, ഞാൻ ധിക്കാരി, ഞാൻ അഹങ്കാരി, പിടിവാശിക്കാരി. ഇനി ഉടനെ എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടാട്ടോ. അവിടത്തെ കണക്ക് പറഞ്ഞ് ആരും ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആഗ്രഹയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കാറുന്നല്ലോ. എല്ലായിടത്തും വൈജയന്തി തോറ്റു തരണം, തുന്നം മാറണം. മനസ്സില്ല അതിന് വൈജയന്തിക്ക്. നിങ്ങൾക്ക് എല്ലായിടത്തും മാന്യമാരായിട്ട് നിൽക്കണം. ശരി ശരി. ദേ, ഞങ്ങള് ഒന്നിനും ഇടപെടത്തില്ല. ഒരു കാര്യം ചെയ്യ്, ബാലേന്ദ്രനോട് സംസാരിക്ക്, നിന്റെ മക്കളോട് സംസാരിക്കും. എന്നിട്ട് ബാലചന്ദ്രന് പറയാനുള്ളത് കേട്ടിട്ട് മുഴുവൻ സംസാരിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. പക്ഷേ ഒന്നും വിട്ടുപോകരുത്, ഒരക്ഷരം വിഴുങ്ങരുത്. എല്ലാം ഓരോന്നായി എണ്ണി എണ്ണി തുറന്നു പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജു വെച്ച്, നിങ്ങൾ ആരെയാ ഈ പേടിക്കുന്നേ? ബാലചന്ദ്രനെയോ? എന്തിന്? അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ. ഓ, അപ്പൊ നിനക്ക് ഈ കുടുംബം നന്നായി കാണുന്ന യാതൊരു ആഗ്രഹവും ഇല്ലേ വൈജ? നിന്റെ മക്കൾ, നിന്റെ ജീവിതം, ഇതിനൊന്നും യാതൊരു വിലയുമില്ലേ? എന്റെ മോൻ ജയിലിൽ കിടക്കുമ്പോഴും ഞാന് ഇവിടെ വന്ന് നിന്നോട് സംസാരിക്കുന്നത് എന്തിനാ വൈജ? നിനക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ബാലചന്ദ്രന്റെ മുമ്പിൽ ചെന്ന് തലയും കുനിച്ച് നിൽക്കുന്ന എന്തിനാണെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ദേ, നിന്റെ വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച് നീ അപ്പൊ കോമൺ സെൻസോട് കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാകും. എന്റെ കുടുംബം നന്നാക്കാനാണോ, അതോ ഞാൻ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിന്റെ നാണക്കേട് കൊണ്ടാണോ നിങ്ങള് സഹായിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ പറഞ്ഞു, എന്റെ ഗംഗേട്ട, ഇവളോട് സംസാരിച്ച് ഇരിക്കുന്നതിലും ഭേദമുണ്ടല്ലോ, ആകാശത്തേക്ക് നോക്കിയുണ്ടല്ലോ കൂയി കൂയി എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് നിൽക്കുന്നതാ ഇതിൽ നല്ലത്. അപ്പോഴത്തേക്കും നമ്മുടെ വൈജു പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ചെയ്യ്, സമാധാനം ആകുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യ്. സമാധാനമാകും. അതെ, ഭാഗം നമുക്ക് പോകാം. ഇവളിങ്ങനെ പറയുന്നു, നമ്മൾ എങ്ങനെ പറയുന്നു, ഇവൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല, തലേ കയറത്തില്ല. അതെ, ഞാൻ പറഞ്ഞില്ലേ, ദേ, എന്റെ സൗകര്യത്തിന് എന്നെ വിട്ടോളാന്. സൗകര്യത്തിന് വിടുന്നില്ല, നിന്നെ അങ്ങനെ സൗകര്യത്തിന് വിടുന്നില്ല. നീ ഇവിടെ തന്നെ കാണൂടി, ഇവിടെ തന്നെ കാണും. ഓ, പിന്നെ നിങ്ങൾ രണ്ടും ഇവിടെ വന്ന് കാവല് നിൽക്കാൻ പോകുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ കാണാനായിട്ട്. ദേ, ചിലപ്പോ കാവല് നിൽക്കും. നിങ്ങൾ എത്ര ദിവസം കാവല് കിടക്കും? ഒരു ദിവസമോ, ഒരാഴ്ചയോ, അത് ഒരു മാസമോ? നിങ്ങൾ കാവല് നിർത്തുന്നതിന്റെ പോയിന്റിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഓ, കാവല് നിൽക്കാൻ കാവലുകാർ വന്നിരിക്കുന്നു എന്ന് ശിവനാട്ടോ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, എന്റെ പൊന്നു ശിവ, നീ മാറിപ്പോ, ഞാൻ സംസാരിക്കാം, നീ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അപ്പൊ ശിവൻ മാറി അങ്ങ് പോയിട്ടോ. അപ്പൊ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, എന്റെ പൊന്നു വൈജ, ഞാൻ പറയുന്നത് കേട്ട് ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചതിന് ശേഷം നീ പൊക്കോ. നീ ഒരു കാര്യം ആലോചിക്കണം. ദേ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ബാലചന്ദ്രന്റെ കൂടെ ഞങ്ങള് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. അത് നീ ബാലചന്ദ്രനോട് സംസാരിക്കുമ്പം ചിലപ്പം ആ ഉത്തരം ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടും. സംസാരിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നീ ഇരുത്തി ഒന്ന് ആലോചിക്ക്. പിന്നെ നിന്റെ മക്കൾക്ക് ഇപ്പോഴാണ് നിന്നെ ഏറ്റവും അത്യാവശ്യം. ദേ, ഇപ്പം നിന്റെ വാശിയാണോ വലുത്, മക്കളാണോ വലുത്? അത് പിന്നെ അല്ലൊക്കെ കേട്ടാ എനിക്ക് നിർത്ത് മതി. ദേ, ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഇപ്പോഴെങ്കിലും ആലോചിക്ക്. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാ മതി. ഞാനേ ഏതായാലും വീട്ടിൽ കാണും, പിന്നെ നിനക്ക് തീരുമാനിക്കും കാര്യങ്ങളൊക്കെ. നീ ഒരാള് മനസ്സ് വെച്ചാല് ശരിയാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഇവിടെ ഉള്ളൂ. നീ ഏതായാലും മനസ്സ് വെച്ച് നോക്ക്. നിന്റെ ജീവിതമാണ്, നിന്റെ മക്കളുടെ ജീവിതമാണ്, നീയാണ് നേരെയാക്കേണ്ടത്. ഏതായാലും ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരനും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് കയറി വരുന്ന സീനാട്ടോ അടുത്തത് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും വണ്ടി കണ്ടപ്പം കൃഷ്ണമോള്, ശിവനെങ്കിലും വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുകയാണ്. അമ്മ വന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ. കൃഷ്ണമോള് നമ്മുടെ യൂണിഫോത്തിലൊക്കെയാ വരുന്നത്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് വന്നപ്പോഴത്തേക്ക് ശിവനും ഗംഗാധരനും ഇറങ്ങി വന്നു. അങ്ങനെ ഗംഗാധരൻ ചോദിച്ചു, നീ എത്തിയോ? അത് പിന്നെ എക്സാമാ അങ്കിളെ. ഓഹോ, അല്ല, അങ്കിൾ എപ്പോഴാ വന്നത്? ഇന്നലെ കൊല്ലപ്പള്ളിയിൽ എത്തി. ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ ആയതേ ഉള്ളൂ. ഞാൻ ഓർത്തു ശിവനങ്കിളുടെ കാറ് കണ്ടപ്പോ കൊല്ലപ്പള്ളിയിലാണെന്ന്. വൈജയനെ കൊണ്ടുവരാൻ വേണ്ടി വന്നതാ. അമ്മ വന്നോ? ഇവിടെ എത്തിച്ചിട്ടുണ്ട് നിന്റെ അമ്മേനെ ഞങ്ങള്. നിന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും ഞങ്ങളുടെ കടമ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പെങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിതേനെ ഒന്ന് നോക്കിട്ടോ കൃഷ്ണമോള്. ഈ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, അതെ, ഇനി നിങ്ങൾ വേണം വൈജയനെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട്. അമ്മേനെ ഇവിടെ പിടിച്ചു നിർത്താൻ അച്ഛനെ കൊണ്ട് പോലും പറ്റില്ല. അതെങ്ങനെ വേണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല മോളെ.
മക്കളെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാലേ സാധിക്കുന്ന എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് നോക്ക്. ബബിതയോട് ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണമോളോട് കൂടുതൽ പറയണ്ടല്ലോ ഞാന്. നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെന്നും എനിക്കറിയാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോഴത്തേക്കും കൃഷ്ണമോള് ചോദിച്ചു, ഇപ്പോഴേ പോവുകയാണോ? അത് പിന്നെ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടേ, അതുകൊണ്ടാ. പോയിട്ട് ഒത്തിരി വർക്കുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. എന്നാ പിന്നെ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളും ഏതായാലും ബാഗൊക്കെ വെച്ചു. കൃഷ്ണമോൾ അവരെ യാത്ര അയച്ചിട്ട് ഏതായാലും പിന്നെ നമ്മുടെ ബബിതേനെ അല്ല സോറി വൈജയനെ കാണാനാണല്ലോ അകത്തേക്ക് കയറുന്നത്. ഏതായാലും വൈജയനെ കാണുന്ന ഭാഗം കാണിക്കുന്നില്ല കേട്ടോ. ഇതിൽ കാത്തിരുന്ന് തന്നെ കാണാം. ഇനി കൃഷ്ണമോള് വൈജയനെ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വൈജയ്ക്ക് പറയാനുള്ളതെന്ന്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങളുടെ കൈ നിറയെ സമ്മാനങ്ങൾ കാത്തിരിപ്പുണ്ട്. അപ്പം ആഴ്ചയിൽ ഒരാളെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ അയാൾക്കായിരിക്കും നമ്മൾ സമ്മാനം നൽകുക. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്ത്, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ചെയ്യുന്നവരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. പിന്നെ സബ്സ്ക്രൈബർ ആയിരിക്കണം, ഫുള്ള് നമ്മുടെ വീഡിയോ കാണുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തിരിക്കണം, ലൈക്ക് ചെയ്തിരിക്കണം. അപ്പൊ ടാറ്റ ബൈ ബൈ.